ഒരാൾ സ്നേഹിച്ചിരുന്നു. പക്ഷെ അത് വീട്ടിലെ സാഹചര്യം കൊണ്ടും ആ പയ്യന്റെ സാഹചര്യം കൊണ്ടൊന്നും നടന്നില്ല. പിന്നെ വീട്ടുകാരുടെ സമ്മതത്തോടെ പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയും കണ്ട് ഇഷ്ടപ്പെട്ട് ചെറുക്കൻ തന്നെ കല്യാണം കഴിക്കണമെന്നു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഭാര്യ ഭർത്താവിലെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവുക, എൻജോയ് ചെയ്ത് പാർക്കിലെ ബീച്ചിലൊന്ന് പോവുക, അതൊന്നും ആർക്കൊന്നും വലിയ താല്പര്യം. അപ്പൊ ഇതെല്ലാം കണ്ടും പിള്ളേര് വീട്ടിൽ വളരുന്നത്. ഒരു ആങ്കൊച്ചും പെങ്കൊച്ചാണ് എനിക്കുള്ളത്. അപ്പോൾ സ്കൂൾ പറഞ്ഞാൽ ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല. ആ ഒരു പ്രണയ നൈരാശ്യം മാത്രം എന്തെല്ലാം ഇമോഷൻസ് ആയിരിക്കും നമ്മളെ കൊണ്ടിട്ട് സപ്രസ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അടക്കി വെക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. സ്നേഹം സപ്രസ് ചെയ്തില്ലേ? തീർച്ചയായിട്ടും സപ്രസ് ചെയ്യും, എല്ലാവരും ചെയ്യുന്നതാണ്. പേടി ഉണ്ടായി കാണും, അതും അടക്കി പിടിക്കുകയാണ്, സമൂഹത്തിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കും. ദേഷ്യം, നല്ല ദേഷ്യം ഉണ്ടായി കാണും, അതും സപ്രസ് ചെയ്യും. എല്ലാ കാര്യങ്ങളും അടക്കി പിടിച്ച്, അതേപോലെ ഫ്രീഡം, സ്വാതന്ത്ര്യം സപ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാതെ പല സമയത്ത് പല പ്രായത്തിലായിട്ട് ഇതേപോലെ അടക്കി വെച്ചിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഏജ് കൂടി വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റുന്നതിന്റെ ആ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇത് വളരും. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഡിപ്രഷനിലോട്ടൊക്കെ പതുക്കെ പോകുന്നതെന്ന് പറയുന്നത്. നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് എന്താ ഒരു സന്തോഷം കിട്ടാത്തതെന്നുള്ളത്. മലയാളികൾക്കിടയ്ക്ക് ഈ സപ്രസ്ഡ് ഇമോഷൻസിന്റെ രാജാവ് എന്ന് പറയുന്നത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ്. ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ റിലീസ് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞുകൂടാ. ചില വ്യക്തികൾ പറയും എനിക്ക് ലൈംഗികപരമായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ടിട്ട് എനിക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ലല്ലോ എന്നുള്ളത്. ഒരിക്കലും ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ സെക്ഷൽ ഇമോഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ്, നമ്മുടെ ഇന്നർ മോട്ടിവേഷൻ, ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പല ആംഗിളിൽ ചർച്ച ചെയ്ത് പോകേണ്ട ഒരു കാര്യത്തിനെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളത് തെറ്റിദ്ധരിച്ചാണ് ഈ സപ്രസ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടുണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് നല്ല കൂടുതലായിരിക്കും. വിശപ്പുണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു തരും ഇന്നതൊക്കെയാണ് ലക്ഷണങ്ങൾ, അപ്പൊ നിങ്ങൾ പോയി ഫുഡ് കഴിച്ചാൽ മതി, റെഡിയാവും എന്നുള്ളതൊക്കെ. അതേപോലെ ഒന്നും ഇതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. നല്ല തണുപ്പ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുളിര്, അതേപോലെ കിടുങ്ങൽ, ഇതൊക്കെ ഉണ്ടാവും, അപ്പൊ നിങ്ങൾ ഒരു പുതപ്പെടുത്തിട്ട് മൂടിയാൽ മതി എന്ന് പറയും. അങ്ങനെ ഓരോ ഫീലിങ്സിനും ഓരോ ബോഡി സിംറ്റംസിനും അനുസരിച്ച് നമ്മളെ എഡ്യൂക്കേറ്റ് ആക്കേണ്ടത് നമ്മുടെ പേരൻസ്, ടീച്ചേഴ്സ്, അതേപോലെ സൊസൈറ്റി എല്ലാവരും കൂടെ ചേർന്നാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ സിംറ്റംസിനനുസരിച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്താൽ അത് ഓക്കെ ആകും എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ നടന്നിട്ടില്ല. ഒരു കുട്ടി വളർന്ന് വലുതായി വരുന്നു. ഒരു 8-9 വയസ്സ് വരെ അവന് വേണ്ടുന്ന എല്ലാം പേരൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കളിക്കാൻ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, പഠിക്കാനായിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, പേന, പെൻസിൽ വാങ്ങിച്ചു കൊടുക്കാത്ത സാധനങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചു കൊടുക്കും. 10 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേന് അവരുടെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങും. അവരുടെ ശരീരം അതിനനുസരിച്ചിട്ട് മെച്ചുവേർഡ് ആയി തുടങ്ങും. അപ്പൊ ആ സമയത്ത് പേരൻസ് ഒഴിഞ്ഞു മാറാറാണ് പതിവ്. ആ ഫീലിങ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതിനെ എന്ത് ചെയ്താണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് അത് ഓക്കെ ആയി തീരുന്നത്, അങ്ങനെയുള്ള ഒരു ഓപ്പൺ ഡിസ്കഷനും വീട്ടിനകത്ത് നടക്കാത്തത് കാരണം ആ മൊമെന്റ് മുതൽ തന്നെ അത് സപ്രസ് ചെയ്ത് തുടങ്ങുക. കുറെ നാൾ കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും ബോഡി സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നതെന്ന് പറയുന്നത്. ആ സിംറ്റംസിനെയും അഡ്രസ് ചെയ്യാൻ പേരൻസിന് കഴിയത്തില്ല. കാരണം എന്താണ്? പേരൻസ് ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അപ്പൊ അവർക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ ആ ജനറേഷനും മറ്റാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കത്തില്ല. കാലാകാലങ്ങളായിട്ട് കൈമാറി വന്നിട്ട് ഇത് എന്താണ് എന്നുള്ള ഒരു ധാരണ ആർക്കും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ബോഡി സിംറ്റംസ് തന്നെ വളരെ മിക്സ് ആയിട്ട് കിടക്കുകയാണ്. പല കാര്യങ്ങളായിരിക്കും പലർക്കും വരുന്നതെന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് അമിതമാകുമ്പോൾ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ബോഡി സിംറ്റംസ് ഞാനിവിടെ പറയാം. ബോഡി സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊച്ചു മാറ്റങ്ങൾ, അത് നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ അടിവയറ്റിൽ ഒരു ടെൻഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിച്ചിൽ പോലൊക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടിവയറെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല, ആ ഒരു ഏരിയ ടോട്ടലായിട്ട് വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ ഹിപ്പ്, ബട്ടക്സ് ഇതെല്ലാം ഉൾക്കൊള്ളിക്കാവുന്നതാണ്. കൊച്ചുകുട്ടികളെ പോലെ റെസ്റ്റ്ലെസ് ആകുക, നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക, ആലോചിച്ച് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കയ്യും കാലും ഒക്കെ അടങ്ങിയിരിക്കാതിരിക്കുക, ഈ ഒരു അവസ്ഥയില്ലേ. അപ്പൊ ആ ഒരു അവസ്ഥ ഒരു ഏജിന് ശേഷമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സെക്ഷലി നമ്മളെ ഒന്ന് ട്രിഗർ ചെയ്യാനായിട്ട് കൺമുന്നിൽ ഒന്നുമില്ല, കാണാനില്ല, കേൾക്കാനില്ല, ഒരു വിധത്തിലും ഫീൽ ചെയ്യാനില്ല, നമ്മളുടെ ചിന്തകളിലും പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടിട്ടൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു ടോട്ടൽ ബോഡി ഒരു ഇക്ലിപ്പെടുത്തുന്ന ഫീൽ ഉണ്ടാകുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ഒക്കെ അറിയാൻ പറ്റുന്ന വിധത്തിൽ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആകാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ്. വളരെ ലോ എനർജി ആയിട്ട് ഡള്ളായിട്ടിരിക്കും
വെക്കുക, ഒരുപാട് നേരം യാതൊരു ചിന്തയും ഇല്ലാതെ നമ്മുടെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ബോഡിയിൽ ചൂട് കൂടി വരിക. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന ചൂടല്ല കേട്ടോ, നമ്മളത് ഫീൽ ചെയ്യുവാണ്. അകത്തോടെ ഒരു ചൂട് കാറ്റ് ഫ്ലോ ചെയ്ത് പോകുന്നത് പോലോ അതുപോലെ കായിക്കുക. അതേപോലെ തന്നെ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ഇച്ചിങ്, ചൊറിച്ചിൽ പല സ്ഥലത്തായിട്ട് ഫീൽ ചെയ്യും. ചൊറിച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും കൊതുക് കുത്തിയോ അല്ലെങ്കിൽ സ്കിന്നിന് ഇൻഫെക്ഷൻ ഉള്ളയോ അതൊന്നുമല്ല, അല്ലാതെ ഒരു കാരണവും ഇല്ലാതെ നമുക്ക് ചൊറിയാനായിട്ട് തോന്നുക. അതും വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ലക്ഷണമായിട്ട് പറയാം. ഇത് മറ്റു കാരണങ്ങൾ കൊണ്ടിട്ടും ഉണ്ടാകാം. കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സിംറ്റംസും കൂടെ പറയാം കേട്ടോ. പെട്ടെന്ന് മൂഡ് ഓഫ് ആകുക, മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് കാണിക്കുക, പിണങ്ങി പോവുക, ഇതെല്ലാം ഇതിന്റെ ഒരു ലക്ഷണമാകാം. ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, എന്നാലും നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല. എവിടൊക്കെയോ എന്തോ മിസ്സിംഗ് ആയിട്ടുള്ളത് പോലെ തോന്നുന്നു. മറ്റുള്ളവർ പല കാര്യത്തിലും കാണിക്കുന്ന എക്സൈറ്റ്മെന്റിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുന്നു. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ നേരത്തേക്ക് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിൽ എന്തെങ്കിലും സെക്ഷൽ ഫീലിങ്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കുറ്റബോധവും നാണക്കേടും ഒക്കെ ഉണ്ടാകുന്നു. പ്രണയിച്ച് സന്തോഷമായിട്ട് നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു കാരണവും ഇല്ലാതെ കുറ്റപ്പെടുത്താനായിട്ട് തോന്നുന്നു. ഒരു പക്ഷേ അത് ആരുടെ പറയുന്നുണ്ടായിരിക്കത്തില്ല, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിക്കുക. സെക്ഷലോ അല്ലെങ്കിൽ റൊമാൻറ്റിക്കോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ട് ചെയ്തിട്ട് മറ്റൊരു കാര്യത്തിലോട്ട് ഡൈവേർട്ട് ആകാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും വളരെ കാഷ്വൽ ആയിട്ട് നമ്മളെ ഒന്ന് ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നു, ഒരു പക്ഷെ അവർ ഇന്നസെന്റ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് പോലും ആയിരിക്കത്തില്ല അങ്ങനെ പോകുന്നതെന്ന് പറയുന്നത്. ആ സമയത്ത് അയാൾ നെഗറ്റീവായിട്ടാണ് ടച്ച് ചെയ്തത്, വേറെ എന്തൊക്കെയോ ഇന്റൻഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു എവിഡൻസും ഇല്ലാതെ നമ്മൾ ചിന്തിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആകാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട്. ഞാൻ സ്പിരിച്വൽ ആണ് എന്ന് മറ്റുള്ളവരെ കാണിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ സ്പിരിച്വൽ ആയിട്ട് പോകാറുണ്ട്, അത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ചില ആൾക്കാരെന്ന് പറയുന്നത് അങ്ങനല്ല. ഞാൻ സ്പിരിച്വൽ ആണെന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിരിക്കണം എന്ന് അവർക്കൊരു നിർബന്ധമുണ്ട്. അതിനു വേണ്ടിയിട്ട് വിസിബിൾ ആയിട്ടുള്ള ചിലപ്പോൾ എഫർട്ടുകൾ എടുക്കും, ചിലപ്പോൾ ഡ്രസ്സിങ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യും. അങ്ങനെയുള്ളതും ഇതിന്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഈ ബോഡി ആൻഡ് ഇമോഷണൽ സിംറ്റംസ് ഒക്കെ മറ്റ് കാരണങ്ങൾ കൊണ്ടിട്ടും ഉണ്ടാകാം. എന്നാൽ തന്നെ നിങ്ങൾക്ക് സ്വയം ജഡ്ജ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു, ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു, അത് റിലീസ് ചെയ്യുന്നു. ഈ ഒരു കാര്യം മാത്രം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാമല്ലോ ഇത് കൊണ്ടിട്ട് തന്നെയാണ് ഇത്രയും സിംറ്റംസ് ഉണ്ടാകുന്നതെന്നുള്ളത്. റിലീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മറ്റൊരാളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക, റിലീസ് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എനിക്ക് ഇത്രയും ബോഡി സിംറ്റംസ് ഒക്കെ വരുന്നുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ടിട്ട് ഉണ്ടാകുന്നതാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, അത് മാറുമോ, അങ്ങനെ വിധത്തിൽ ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിച്ചാൽ മതി, ഏതെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും തോട്ട് പ്രോസസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കട്ട് ചെയ്യാറില്ല ഇടയ്ക്ക്. അങ്ങനെ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കട്ട് ചെയ്യണ്ട, അത് ചിന്തിച്ച് കുറച്ച് നേരം കൂടെ പോവുക. കുറച്ച് കഴിയുമ്പോൾ തനിയെ അങ്ങ് റിലീസ് ആയിക്കോളും. ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് എടുക്കുക, അവർ നിങ്ങളെ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.